കേരളം കണ്ട ഒരുപക്ഷെ ഞെട്ടലോടുകൂടി ഇന്ത്യയിൽ പോലും സംഭവിക്കാത്ത രീതിയിൽ, പലപ്പോഴും നമ്മുടെ രാജ്യത്ത് പോലും സംഭവിക്കാത്ത രീതിയിൽ ഒരു ബലാത്സംഗ കൊട്ടേഷൻ കൊടുക്കുകയാണ്. ആ കൊട്ടേഷൻ കൊടുക്കുന്നതിൽ ഈ സംഭവത്തിന് ശേഷം, ഈ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം നോക്കണം, ആ അതിജീവിതം എന്തുമാത്രം അല്ലാതെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അത് നമ്മൾ കേരളം കണ്ടതാണ്. ഇതിൽ 8ാം പ്രതിയെ ദിലീപ് എന്ന അന്നത്തെ തിളങ്ങി നിൽക്കുന്ന നടനാണ് ഈ കേസിൽ വരുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു എടുത്തു പറയേണ്ട ഒരു കേസായി ഇത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇത് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഒരു ഗൂഢാലോചന, നേരത്തെ പറഞ്ഞതുപോലെ തെളിയിക്കാൻ ഒരുപാട് ചലഞ്ചിങ് ഉള്ള ഒരു കേസായിരുന്നു ഇത്. പലരും കൂറുമാറുന്നു, സിനിമാക്കാർ പലരും ഒരുപാട് പേരും മലക്കം പറഞ്ഞൊരു കേസാണ്. പിന്നീട് അറിയാം ഈ 8ാം പ്രതിയുടെ സാമ്പത്തിക ശേഷി പ്രബലനാണ്. എങ്ങനെയാണ് ഈ കേസിനെയൊക്കെ തന്നെ വഴിതെറ്റിക്ക് കൊണ്ടുപോകാൻ നടത്തിയ ശ്രമങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിലീപ് എന്ന 8ാം പ്രതി അടക്കം ശിക്ഷിക്കപ്പെടുമെന്ന ബോധ്യം, അല്ലെങ്കിൽ അങ്ങനെ ഈ സാധാരണ ഇത്തരം കേസുകളിലെ ഗൗരവം വെച്ചാണെങ്കിൽ ഒരു ശിക്ഷാവിധിയിലേക്ക് നമുക്ക് അനുമാനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേരളീയ മനസാക്ഷിയെ ശരിക്കും ഞെട്ടിച്ച ഒരു സംഭവമാണ്. ശരിക്കും സിനിമയെ വെല്ലുന്ന നാടകീയ രംഗങ്ങളാണ് ഒരുപക്ഷെ ഇതിൻ്റെ വിചാരണ ഘട്ടത്തിലൊക്കെ തന്നെ നാം സാക്ഷ്യം വഹിച്ചത്. ഏതാണ്ട് 8 വർഷത്തോളമായി ഇതിൻ്റെ വിചാരണ ആരംഭിച്ചിട്ട് തന്നെ 5 വർഷത്തോളമായി. ഇതിൻ്റെ വിചാരണ പലപ്പോഴും നീണ്ടുപോയിട്ടുണ്ട്, പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പ്രോസിക്യൂഷൻ നടപടികൾ അല്ലെങ്കിൽ ഇതിൻ്റെ വിചാരണ നടപടികളൊക്കെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടായി എന്നുള്ള ആരോപണങ്ങൾ വന്നു. അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശിക്ഷിക്കപ്പെട്ട പൾസർ സുനി എന്ന് പറയുന്ന പ്രതി ശിക്ഷിക്കപ്പെട്ടില്ല, അദ്ദേഹം അറസ്റ്റിലായി ജയിലിൽ കിടന്ന ആ പ്രതി തന്നെ ഇതിൻ്റെ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടി ആദ്യം കത്തയച്ചിരുന്നു. ഒരു കത്ത് ജയിലിൽ നിന്നൊരു കത്ത് വന്നിരുന്നു. പിന്നീട് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് അയാൾക്ക് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന്, അയാൾ പുറത്തു വന്നതിനെ തുടർന്ന് ഇപ്പോൾ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ദിലീപിൻ്റെ പേര് ഗൂഢാലോചനയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. അയാൾക്ക് പ്രതിഫലം നിശ്ചയിച്ച് ഏതാണ്ട് 1 കോടിയോളം രൂപയിലധികം പ്രതിഫലം നിശ്ചയിച്ച് നടത്തിയ കൊട്ടേഷനാണ് എന്നാണ് ഒരു പ്രതി തന്നെ ഇതിനകത്ത് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഗൂഢാലോചന ശരിക്കും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ടതാണ്. ഇവരെ രണ്ടുപേരും ഒരേ ലൊക്കേഷൻ ഉണ്ടായിരുന്നെന്നും ഒരേ സ്ഥലത്ത് വെച്ചാണ് ഈ കൊട്ടേഷൻ നൽകിയെന്നൊക്കെയുള്ള പ്രോസിക്യൂഷൻ ഇതിനകത്ത് ഈ കുറ്റപത്രത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും കോടതിയിൽ അതിന് ആവശ്യമായി തെളിയിക്കപ്പെടണം. ഇത് വളരെ, എനിക്ക് ഇപ്പോൾ ഇവിടെ ബിനിലൂടെ സൂചിപ്പിച്ചു, വളരെ വിശദമായ അന്വേഷണമാണ് നടന്നത്. ഏതാണ്ട് 1200ഓളം ഫോറൻസിക് രേഖകൾ ഉൾപ്പെടെ 1200ഓളം രേഖകളോട് പരിശോധിച്ചു. 200-ലധികം സാക്ഷികളെ, 260-ലധികം സാക്ഷികളെ വിസ്തരിച്ചു. അതിൽ തന്നെയാണ് 28 സാക്ഷികൾ. ഒരു കൂറുമാറ്റത്തിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ബിനിൽ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ് തെളിവുകൾ സമാഹരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഗൗരവമേറിയ ഗൂഢാലോചന കുറ്റമടക്കം വരികയാണെങ്കിൽ അവിടെ ഈ സാക്ഷികൾ, അതായത് നടന്മാരായിട്ടുള്ള സിദ്ദീഖ്, പിന്നീട് രഞ്ജിത്തടക്കം, സംവിധായകർ ഉൾപ്പെടെ മറ്റ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർ, അങ്ങനെ ഒരുപാട് സിനിമയെ ബന്ധപ്പെട്ട് ആദ്യം നൽകിയ തെളിവുകൾ പിന്നീട് തിരുത്തി കോടതിയിലേക്ക് മാറ്റുന്നതാണ്. അതൊക്കെ ഈ കേസിൽ വെല്ലുവിളിയായിട്ടുണ്ടോ? പ്രജീഷ്, ഒരുപാട് വെല്ലുവിളികൾ നടന്നിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളായി വന്നത് ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ്. ആ സിനിമാ മേഖലയിലുള്ള ആൾക്കാർ ഒരു പ്രമുഖ നടനെതിരെ തെളിവുകൾ കൃത്യമായും അവർ നേരത്തെ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ അതേപടി കോടതിയിൽ ആവർത്തിക്കാതിരിക്കും എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പലരെയും ഈ കോടതി മുമ്പാകെ രഹസ്യമൊഴിയൊക്കെ രേഖപ്പെടുത്തിക്കാനുള്ളൊരു നീക്കങ്ങളൊക്കെ തന്നെ പോലീസ് ആദ്യഘട്ടത്തിലൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ പലരും അവർ തയ്യാറായാൽ മാത്രമേ അത് നടത്താൻ കഴിയൂ. അങ്ങനെ പല പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. പോലീസിന് നൽകിയ മൊഴികൾ പലരും അത് കോടതിയിൽ നിന്ന് മാറ്റിപ്പറയുന്ന ഒരു ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു രഹസ്യ സ്വഭാവത്തിൽ നടന്നിട്ടുള്ള ഒരു വിചാരണയാണ്. അതുകൊണ്ട് തന്നെ ആ വിചാരണയുടെ ഘട്ടത്തിൽ വന്നിരിക്കുന്ന തെളിവുകളെ സംബന്ധിച്ചോ കോടതി മുമ്പാകെ വന്നിട്ടുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ തന്നെ നമുക്കറിയാമെങ്കിൽ പോലും നമുക്ക് പുറത്തു പറയാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അത്തരത്തിൽ ഇത് അതീവ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് ഇതിന്റെ വിചാരണകൾ മുന്നോട്ട് പോയിരിക്കുന്നത്. കോടതി അതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസംബർ 8-ാം തീയതി സംഭവിക്കാൻ പോകുന്നത് രാവിലെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്നത് കോടതി മാറ്റും. അതായത് തുറന്ന കോടതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരും. അതിന് ശേഷമായിരിക്കും ഇതിന്റെ ഈ കുറ്റക്കാരാണോ ഇല്ലയോ എന്നത് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ആദ്യം സംഭവിക്കാൻ പോകുന്നത്. ഈ കേസിലെ പ്രതികൾ ഓരോരുത്തരിലും കുറ്റം ചുമത്തപ്പെട്ടവർ ആരൊക്കെ, കുറ്റം തെളിയിക്കപ്പെട്ടിരിക്കുന്നത്
ആരൊക്കെ എന്നതായിരിക്കും എറണാകുളം സെഷൻസ് കോടതി ആദ്യം പറയാൻ പോകുന്നത്. അതിനുശേഷമേ ഈ ശിക്ഷാ കാര്യങ്ങളൊക്കെ വരികയുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 ഘട്ടങ്ങളായി നമുക്ക് ഇതിനെ കാണേണ്ടി വരും. ആദ്യത്തേത് കൊട്ടേഷൻ സംഘം, അതായത് ഈ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കൊട്ടേഷൻ സംഘം. അതിനുശേഷം ഇതിന്റെ ഗൂഢാലോചന എന്നത് 2ാം ഘട്ടമാണ്. ആ 2 ഘട്ടങ്ങളിൽ അതിനെ രണ്ടിനെയും തമ്മിൽ ബന്ധപ്പെടുത്താൻ കഴിയുക എന്നത് തന്നെയാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കുറ്റകൃത്യം പിന്നീട് സംഭവിച്ചത് എന്നതാണ് പ്രോസിക്യൂഷന്റെ തന്നെ കേസ്. നേരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു താരനിശയുടെ റിഹേഴ്സൽ ചടങ്ങ്, അത് റിഹേഴ്സൽ പരിപാടികൾ എറണാകുളത്തെ ഒരു നക്ഷത്ര ഹോട്ടലിൽ നടക്കുമ്പോഴാണ് ഇതിന്റെ ആദ്യ ഗൂഢാലോചന നടക്കുന്നത് എന്നതാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ വെച്ചാണ് പൾസർ സുനിയും ദിലീപും തമ്മിൽ ഈ നടിയെ ആക്രമിക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നത്. അതിനുശേഷം പൾസർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മാനങ്ങൾ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ഒരുപാട് മാനങ്ങളുള്ള ഒരു കേസാണ്. അതുകൊണ്ട് അതിലെ വിധി വളരെ പെർഫെക്റ്റ് ആയിട്ട് നീതി ഈ ആക്രമണത്തിനിരയായ വ്യക്തിക്ക്, നടിക്ക് നീതി പുലർന്നു എന്ന് ബോധ്യപ്പെടണം. പ്രമേഷ്, അവസാനമായി ഒരു സെലിബ്രിറ്റിയാണ് ഈ കേസിൽ പ്രധാന പ്രതിയായി മാറുന്നത്. അപ്പോൾ ആ കേസിൽ ഒരുപാട് സംശയങ്ങൾ പൊതുസമൂഹത്തിന് ഈ നീതിന്യായ വ്യവസ്ഥയെ പോലും ഒരുപക്ഷെ സ്വാധീനിക്കപ്പെട്ടേക്കാമോ എന്നൊക്കെ, അങ്ങനെ പോലും സംഭവിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ പൊതുസമൂഹത്തിന് സംശയം, എല്ലാ സംശയങ്ങളും ഇല്ലാത്ത രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട്, മാത്രമല്ല നടി അനുഭവിച്ച കണ്ണീര്, കൺസേൺസ്, അതിനൊക്കെ തന്നെ ഒരു ഉത്തരമുണ്ടാകണം. അത് ഈ കേസിൽ പ്രതീക്ഷിക്കാം. അല്ല, നമുക്കത് പ്രതീക്ഷിച്ചാലേ പറ്റുള്ളൂ. കോടതി സ്വാഭാവികമായിട്ടും വളരെ നീതിപൂർവമായി ഈ കേസ് പരിഗണിക്കും എന്നുള്ളതാണ്. പക്ഷെ കോടതികൾക്ക് മുന്നിൽ വരുന്ന തെളിവുകളാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകളിൽ ഏത് കേസായാലും ശരി, ഗൂഢാലോചന കേസുകൾ പലപ്പോഴും തെളിയിക്കപ്പെടുക അത്ര എളുപ്പമല്ല. വളരെ കർശനമായ അല്ലെങ്കിൽ കഠിനമായ ഒരു പ്രക്രിയയാണ് ഇത്തരം ഗൂഢാലോചന കേസുകളിലെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത്. അത് വളരെ ആസൂത്രിതമായ ഗൂഢാലോചന ആകുമ്പോൾ സ്വാഭാവികമായിട്ടും തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ ആയിരിക്കും ഇവരൊക്കെ, ചിലപ്പോൾ ഇവർ തമ്മിൽ ഉള്ള ഫോൺ കോൺടാക്റ്റോ തമ്മിൽ കാണുകയോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തായാലും ഗൂഢാലോചന നടത്തുന്ന ആൾ അത്ര മണ്ടനായിരിക്കുമല്ലോ, ബുദ്ധിപരമായിട്ടായിരിക്കുമല്ലോ അത് നീങ്ങുക. അപ്പോൾ സ്വാഭാവികമായിട്ട് യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിൽ അടക്കം അത്തരം കണ്ണികൾ ഇണക്കി ചേർത്ത് വേണം ഇതിന് തെളിവുകൾ ശേഖരിക്കാൻ. പിന്നെ ദിലീപിന് അനുകൂലമായിട്ട് പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് എതിരായി വന്ന വികാരം പോലെ അനുകൂലമായ വികാരം ഉണ്ടാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ള ധാരാളം പേര് അദ്ദേഹത്തെ ജയിലിൽ പോയി സന്ദർശിച്ചു, പിന്നീട് അനുകൂലമായി സംസാരിച്ചു. എന്തിന് പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച ഒരു DGP പോലും, അല്ല ADGP ആർ ശ്രീലേഖ പോലും പിന്നീട് അവർ നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ദിലീപിന് അനുകൂലമായി, ദിലീപ് നിരപരാധിയാണെന്ന അർത്ഥത്തിലുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തി. അവരിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അവർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പൊതുജന വികാരങ്ങൾ ധാരാളമുണ്ട്. അതൊന്നും ശരിക്കും കോടതികളെ സ്വാധീനിക്കാൻ പാടില്ല. കോടതികളെ മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് വളരെ ഹീനമായ ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. ഇതിനെ തുടർന്ന് തന്നെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷയും സംബന്ധിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഒരു ഹേമ കമ്മിറ്റി എന്നൊരു കമ്മീഷൻ തന്നെ സിനിമാ സംഘടനകൾ ഇടപെട്ടു. വളരെയധികം ഇപ്പം അമ്മ പോലുള്ള സംഘടനയുടെ നേതാക്കളടക്കം രാജിവെക്കേണ്ടി വന്ന ഘട്ടത്തിലെത്തി. അത്രയും പ്രതിസന്ധി ശരിക്കും സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ നീതിപൂർവമായ ഒരു വിധി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും അതാണ് നമുക്കപ്പോൾ കോടതിക്ക് വിട്ടുകൊടുക്കാം. കോടതിക്ക് അവിടെ തെളിവുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ദിലീപിനെ തെളിവുകളൊക്കെ തന്നെ ദിലീപ് ഇപ്പോൾ 8ാം പ്രതിയാണ്. ഗൂഢാലോചന കേസിൽ ദിലീപിന് തിരിച്ചടിയാകുമോ, ശിക്ഷിക്കപ്പെടുമോ? 8ാം തീയതിയാണ് 8ാം പ്രതിയുടെ ശിക്ഷ വരുന്നത്. മാത്രമല്ല ദിലീപിന്റെ അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് പടം ഈ 18ാം തീയതി റിലീസ് ആവുകയും അടുത്ത 18ാം തീയതി റിലീസ് ആവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കേരളത്തെ നടുക്കിയ സംഭവത്തിലെ വിധി എന്താണെന്ന് കേൾക്കാൻ 8ാം തീയതി വരെ.